ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് നമ്മുടെ കോഴ്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. സ്കിപ്പ് ചെയ്യാതെ ഓരോ ക്ലാസ്സുകളും വാച്ച് ചെയ്താൽ നിങ്ങൾ ഇംഗ്ലീഷിൽ വളരെയധികം നോളജബിൾ പേഴ്സണായിട്ട് മാറും. നമ്മുടെ കോഴ്സുകളെല്ലാം ഇത് കാണുന്ന പോലെ വർക്ക്ഷീറ്റ് നമ്പർ 1 ആണ്. ഇത് അറൗണ്ട് 70 വർക്ക്ഷീറ്റ് വരേക്കും നമുക്കിത് പഠിക്കാനുണ്ട്. വർക്ക്ഷീറ്റ് നമ്പർ 1 നമ്മൾ പഠിക്കുന്നത് ജനറൽ കോൺവെർസേഷനാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ഡെയിലി ഉള്ള കോൺവെർസേഷനുകൾ നിങ്ങൾക്ക് സ്വയം പഠിക്കാനും സ്വയം പ്രവർത്തിക്കാനും സാധിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ കോഴ്സ് മൊഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ കോൺവെർസേഷൻ, യുവർ നെയിം പ്ലീസ്. നമ്മളൊരാളെ കാണുമ്പോൾ, ഒരു അപരിചിതനായ ഒരാളെ കാണുമ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പേരല്ല ചോദിക്കുക. അത് ഇംഗ്ലീഷിൽ ചോദിക്കാനുള്ള പ്രോബ്ലം ഈ ഒരു കോൺവെർസേഷനിലൂടെ നമ്മൾ അവസാനിപ്പിക്കും. എന്താണത്? യുവർ നെയിം പ്ലീസ്. നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളിവിടെ എന്ത് ചെയ്യണം? ആക്ഷൻ എടുക്കണം. നിങ്ങൾ ഇതുപോലുള്ള ഒരു 3, 4, 5 വേർഡുകൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. ഇതിനായിട്ട് പ്രത്യേകമായിട്ട് ഒരു നോട്ട്ബുക്ക് നിങ്ങൾ വാങ്ങിയിട്ട് ഈ വീഡിയോ വാച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, യുവർ നെയിം പ്ലീസ് എന്ന് ചോദിച്ചു കൊടുത്ത് നിങ്ങൾക്ക് പറയാം, യുവർ മദർ നെയിം പ്ലീസ്, യുവർ ഫാദർ നെയിം പ്ലീസ്, യുവർ ടീച്ചർ നെയിം പ്ലീസ്. ഇങ്ങനെ ഒരു 4, 5 എക്സാമ്പിളുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്താണ് പേര്? അത് മറ്റൊരു രൂപത്തിൽ ഒന്നും കൂടി പൊളൈറ്റായിട്ട് ചോദിക്കാം. മേ ഐ നോ യുവർ നെയിം പ്ലീസ്. നിങ്ങളുടെ പേരെന്താണ്? ഇതേ വാക്കിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു 4, 5 എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മേ ഐ നോ യുവർ നെയിം പ്ലീസ്. നിങ്ങളുടെ പേരെന്താണ്? അവിടെ തന്നെ പറയാം, മേ ഐ നോ യുവർ മദർ നെയിം പ്ലീസ്, മേ ഐ നോ യുവർ ഫാദർ നെയിം പ്ലീസ്, മേ ഐ നോ യുവർ ന്യൂ ഫ്രണ്ട് നെയിം പ്ലീസ്, മേ ഐ നോ യുവർ ഗേൾ ഫ്രണ്ട് പ്ലീസ്. Like this. Okay, let me conclude the class now. Thank you.